നെയ്യാർ ഡാമിൽ നിന്നും കാണാതായ വയോധികയെ തമിഴ്നാട് തിരുനെൽവേലിയിൽ വെച്ച് പീഡന ശ്രമത്തിനിടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. പ്രതി വിമൽ രാജ് തമിഴ്നാട് തിരുനെൽവേലി പാലാവൂർ പോലീസിന്റെ പിടിയിലായി. നെയ്യാർ ഡാം സ്വദേശിയായ 61-കാരിയെ ഇക്കഴിഞ്ഞ 11-ാം തീയതി മുതലാണ് കാണാനില്ലെന്ന് കാണിച്ച് വീട്ടുകാർ നെയ്യാർ ഡാം പോലീസിൽ പരാതി നൽകുന്നത്. ആരാധനാലയങ്ങൾ സന്ദർശിക്കാൻ പോകുന്ന പതിവ് ഇവർക്കുണ്ടായിരുന്നു. അത്തരത്തിൽ പോയാൽ ദിവസങ്ങൾ കഴിഞ്ഞാണ് മടങ്ങിയെത്തുക. നിശ്ചിത ദിവസം കഴിഞ്ഞിട്ടും ഇവരെ കാണാതായതോടെയാണ് ബന്ധുക്കൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത്. കാണാനില്ലെന്ന പരാതി അന്വേഷിച്ചു വരവെയാണ് തിങ്കളാഴ്ച രാവിലെ നെയ്യാർ ഡാം പോലീസിൽ ഇവരുടെ മരണവിവരം എത്തുന്നത്. തുടർന്ന് നെയ്യാർ ഡാം പോലീസ് തിരുനെൽവേലിയിലെത്തിയിരുന്നു. വയോധികയെ ഇക്കഴിഞ്ഞ 29-ാം തീയതി രാത്രി 11:30 മണിയോടെ ബസ് സ്റ്റാൻഡിലെത്തിക്കാമെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റിയ പ്രതി കൊണ്ടുപോവുകയായിരുന്നു. ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും തുടർന്ന് നിലവിളിച്ച സ്ത്രീയെ കഴുത്ത് അമർത്തി വായു കൂട്ടിപ്പിടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. പ്രതി ഇവരെ പ്രദേശത്തെ വലിയ ഒരു കുഴിയുള്ള പുരയിടത്തിൽ ഉപേക്ഷിച്ച് മടങ്ങുകയും ചെയ്തു. കഴിഞ്ഞ മാസം 25-ാം തീയതി പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത്. ഇടയ്ക്ക് ഇവിടെ വേളാങ്കണ്ണി ആ ഏരിയയിൽ വെച്ച് മകളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അതിനുശേഷം ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകാറുണ്ട്. 4-5 ദിവസം കഴിഞ്ഞേ തിരിച്ച് വരാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീട്ടുകാർ 6 ദിവസം വരെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു. പിന്നെ മാൻ മിസ്സിങ്ങിന് 11-ാം തീയതി നെയ്യാർ ഡാം സ്റ്റേഷനിൽ കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഒരു 10 മണിയായപ്പോൾ എനിക്ക് നെയ്യാർ ഡാം സ്റ്റേഷനിൽ നിന്നൊരു കോൾ വന്നു. ഇങ്ങനെ ചിറക്കോണത്തുള്ള തച്ചങ്കോടുള്ള ഒരു ലേഡിയെ മിസ്സിങ് കേസ് കൊടുത്തിരുന്നു. അത് ഇതായിട്ടുണ്ട്. മെമ്പറും 2 ബന്ധുക്കളുമായിട്ട് പെട്ടെന്ന് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞ് ഞാൻ 15 മിനിറ്റിനുള്ളിൽ സ്റ്റേഷനിൽ പോയി. അങ്ങനെ അവിടെ ഇപ്പം മകളുണ്ടായിരുന്നു. മകനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്.